നമസ്തേ കുട്ടികളെ. ഇന്ന് നവരാത്രി 5-ാം ദിവസമാണ്. നമ്മൾ ആദ്യത്തെ 3 ദിവസം ദുർഗയുടെ 3 സ്വരൂപങ്ങൾ ആരാധിച്ചു. അടുത്തതായിട്ട് മഹാലക്ഷ്മിയുടെ 3 സ്വരൂപത്തിൽ രണ്ടാമത്തെ സ്വരൂപമായ സ്കന്ദ മാതാവിനെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കേണ്ടത്. സ്കന്ദമാതാവ് എന്ന് പറഞ്ഞാൽ തന്നെ സ്കന്ദനാര സുബ്രഹ്മണ്യസ്വാമി, സുബ്രഹ്മണ്യസ്വാമിയുടെ മാതാവാണ്. അപ്പോൾ ഒരു കയ്യിൽ സുബ്രഹ്മണ്യസ്വാമി, 2 കയ്യിൽ താമരകളും, ഒരു കയ്യിൽ നമുക്ക് വരം തരാൻ വരമുദ്രയോടുകൂടിയാണ് ദേവി നമുക്ക് ഇന്നത്തെ സ്വരൂപം കാണിക്കുന്നത്. അതുകൊണ്ട് ദേവിയുടെയും സ്കന്ദമാതാവിൻ്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും നമുക്ക് അനുഗ്രഹം ഇന്ന് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട്. അതുപോലെ തന്നെ ചൊവ്വാദോഷം മാറിക്കിട്ടാനും വളരെ ഉത്തമമാണ്. ഇന്നത്തെ പൂജയിലെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ചൊവ്വാദോഷമുള്ള കുട്ടികളുടെ ചൊവ്വാദോഷം മാറാനും വളരെ നല്ലതാണ് കേട്ടോ. നവരാത്രി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വിദ്യയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അത് ഇന്നത്തെ ദിവസം ഈ സ്കന്ദമാതാവിനെ, സ്കന്ദനോട് കൂടിയുള്ള മാതാവിനെ ഇന്ന് നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുക. വിദ്യയ്ക്ക് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമി ആരാധിക്കുന്നത്. അതോടുകൂടി സ്കന്ദമാതാവിനെയും നമുക്ക് ഓരോ നവരാത്രികളും ഓരോ ദിവസവും വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് എന്തെങ്കിലും ആഹാരമോ പഴങ്ങളോ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ കുട്ടികൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് സ്വീറ്റ്സൊക്കെ അല്ലെങ്കിൽ മധുരപലഹാരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇന്ന്. അതുമാതിരി തന്നെ സന്ധ്യ നേരത്തെ വിളക്ക് കൊളുത്തുമ്പോൾ ദേവിയുടെ മുന്നിൽ ദേവിയുടെ പടം ഇല്ലെങ്കിലും കൂടെ ദേവിയെ സങ്കല്പിച്ച് ഒരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കാം. അതുമാതിരി തന്നെ എന്തെങ്കിലും നിവേദ്യം, നമുക്ക് പായസമോ പാലോ എന്തെങ്കിലും നിവേദ്യമായിട്ട് വയ്ക്കാം. അതോടുകൂടി തന്നെ ഈ ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് കേട്ടോ നമ്മുടെ മാതുളം പഴം കിട്ടുകയാണെങ്കിൽ അത് അല്ലിയെടുത്ത് നിവേദ്യമായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ അത് ഒരു പ്രസാദമായിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അതുപോലെ നിങ്ങൾക്കോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ദേവികളെയൊക്കെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യാം. നമ്മൾ എന്തൊരു നിവേദ്യം ചെയ്തോ അല്ലെങ്കിൽ ഒരു കുങ്കുമ അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ ആ കുങ്കുമെങ്കിൽ 4 പേർക്ക്, കുങ്കുമെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം, 4 പേർക്കെങ്കിലും കൊടുക്കണം എന്നാണ് പറയാം. അപ്പോഴാണ് നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ പൂജ ചെയ്തതിൻ്റെ ഗുണങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.